പുണ്യ റമദാൻ മാസത്തിലെ കാരുണ്യത്തിന്റെ പത്തിലാണ് നാം എല്ലാം ഉള്ളത്. നിരന്തരമായി ആ വിശാലമായ കാരുണ്യത്തിൽ നിന്നും നാം ചോദിച്ചു കൊണ്ടിരിക്കെ നാം ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. നാം ഓൾറെഡി എത്രത്തോളം കാരുണ്യത്തിലാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. 87 ലക്ഷം ജീവിവർഗങ്ങളാണ് ഈ ഭൂമിയിലുള്ളത്. അതിലെ ഒരു ജീവിവർഗമായ മനുഷ്യരിൽ, കോടാനുകോടി മനുഷ്യരിൽ ഒരു മനുഷ്യൻ മാത്രമായ ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ ഈ ജീവിതം, അത് അവൻ്റെ കാരുണ്യമാണ്. അല്ലാതെ എൻ്റെ എന്തെങ്കിലും ക്വാളിറ്റി കൊണ്ടോ എൻ്റെ ഏതെങ്കിലും കർമ്മങ്ങൾ കൊണ്ടോ എനിക്ക് കിട്ടിയതല്ല. അവൻ്റെ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രം ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ സുന്ദരമായ ജീവിതം, ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്ന വായു, വർഷങ്ങളായി ഒരു നിമിഷം പോലും തടസ്സപ്പെടാത്ത രീതിയിൽ ഈ ശുദ്ധവായു ഞാൻ ശ്വസിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതവൻ്റെ കാരുണ്യമാണ്. എൻ്റെ ദാഹമകറ്റുന്ന ശുദ്ധമായ വെള്ളം, എൻ്റെ ഡെയിലി പ്രവർത്തനങ്ങളിലെല്ലാം ഞാൻ ഉപയോഗപ്പെടുത്തുന്നതുമായ ആ വെള്ളം എത്ര അമൂല്യമായൊരു അനുഗ്രഹമാണ്. നമ്മുടെ ഭക്ഷണം, നാം അറിയുന്നുണ്ടോ നമുക്ക് വേണ്ടി ആരാണ് ഈ മണ്ണിൽ അതിനെ ഇത്രയും പെർഫെക്റ്റായി കഴിക്കാൻ സമയമാകുമ്പോഴേക്ക് വിളയിച്ചെടുത്ത് നിരവധി പ്രോസസ്സുകളിലൂടെ കടത്തിക്കൊണ്ടുപോയി നമ്മുടെ വീടകങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കേണ്ടതില്ലേ? രുചികരമായ, വൈവിധ്യമാർന്ന, ശുദ്ധമായ ആ ഭക്ഷണം ആസ്വദിച്ച് കഴിച്ച് നമ്മുടെ വിശപ്പടക്കുമ്പോൾ, ഇപ്പോൾ നാം ഇരിക്കുന്ന ഈ വിശപ്പിന്റെ രുചി കഴിഞ്ഞ 11 മാസങ്ങളായി നാം ഒരിക്കലെങ്കിലും അനുഭവിച്ചിട്ടുണ്ടോ? ഇല്ല. കാരുണ്യവാനായ ഒരു സൃഷ്ടാവ് നമുക്കുള്ളപ്പോൾ നാം ഒരിക്കലും അനുഭവിക്കേണ്ടി വരില്ല ആ വിശപ്പിന്റെ വിളി. ഈ ഒരു ബോധ്യത്തിലിരുന്ന് ഒന്ന് വിളിച്ചു നോക്കിയേ. യാ റഹ്മാൻ, അല്ലാഹുമ്മ റഹംനാ യാ അർഹമർ റഹീമീൻ.